എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ ഗെയിംസ് 2023 എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് LDC എക്സാമിന് കറണ്ട് അഫയേഴ്സിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കറണ്ട് അഫയേഴ്സ് മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യുക. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അതിനോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഏഷ്യൻ ഗെയിംസ് 2023. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോദിയാണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോദിയാണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ പൊതുവായ മുദ്രാവാക്യമാണ് എവർ ഓൺവാർഡ്. എവർ ഓൺവാർഡ് എന്നതാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ പൊതുവായ മുദ്രാവാക്യം. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1951 ഡൽഹിയിലാണ്. ആദ്യ ഏഷ്യൻ ഗെയിംസിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യയിൽ 1951, 1982 എന്നീ വർഷങ്ങളിലാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഡൽഹിയിൽ വെച്ചായിരുന്നു. 1951 ഏഷ്യൻ ഗെയിംസിൽ 11 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഈ ഏഷ്യൻ ഗെയിംസിൽ 1-ാം സ്ഥാനം വന്നത് ജപ്പാനും 2-ാം സ്ഥാനം ഇന്ത്യയുമായിരുന്നു മെഡൽ പട്ടികയിൽ. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടുന്ന ഇന്ത്യൻ കായിക താരമാണ് സച്ചിൻ നാഗ്. 1951 നീന്തലിനാണ് അദ്ദേഹത്തിന് സ്വർണം ലഭിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടുന്ന ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു ആണ്. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി മെഡൽ നേടുന്ന മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TC യോഹന്നാനാണ്. മലയാളി വനിത എന്ന് ചോദിച്ചാൽ MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ആയിട്ട് തിരഞ്ഞെടുത്തത് എന്തായിരുന്നു? അപ്പു എന്ന പേരിലുള്ള ആനക്കുട്ടിയാണ്. ഇത് 1982 ഡൽഹിയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിലാണ് അപ്പു എന്ന പേരിലുള്ള ആനക്കുട്ടിയെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുത്തത്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ആസ്ഥാനം കുവൈത്താണ്. 2023 നടന്നത് 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം 2022 ഏഷ്യൻ ഗെയിംസ് എന്നായിരുന്നു. പക്ഷേ കൊറോണ കാരണം 2023 മാറ്റിയതുകൊണ്ടാണ് ഏഷ്യൻ ഗെയിംസ് നമ്മൾ 2023 നടന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ വേദി ഹാങ്ചോ, ചൈനയിലുള്ള ഹാങ്ചോ ആയിരുന്നു ഇതിൻ്റെ വേദി. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയായിരുന്നു ഈ ഏഷ്യൻ ഗെയിംസ് നടന്നതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യക്ക് ഏഷ്യൻ ഗെയിംസിലാകെ 107 മെഡലുകളാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചത് അത്ലറ്റിക്സിലാണ്. 29 മെഡലുകളാണ് അത്ലറ്റിക്സിൽ ലഭിച്ചത്. 6 സ്വർണവും ലഭിച്ചു. ഏറ്റവും കൂടുതൽ സ്വർണം ലഭിച്ചത് ഷൂട്ടിങ്ങിനാണ്. ആദ്യത്തെ സ്വർണം ലഭിച്ചതും ഷൂട്ടിങ്ങിന് തന്നെയാണ്. ജാവലിൻ ത്രോ വിഭാഗത്തിൽ സ്വർണം ലഭിച്ച വ്യക്തിയാണ് നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ ലഭിച്ചത് കിഷോർ ജൗ ആണ്. ജാവലിൻ ത്രോയിൽ ചരിത്രത്തിൽ ആദ്യമായി സ്വർണം നേടിയ വനിതയാണ് അന്നു റാണി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജാവലിൻ ത്രോയിൽ ചരിത്രത്തിൽ ആദ്യമായി സ്വർണം നേടിയ വനിത അന്നു റാണിയാണ്. ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയത് തേജീന്ദർ പാൽത്തോർ ആണ്. അതുപോലെ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ ചരിത്രത്തിൽ ആദ്യമായി സ്വർണം നേടിയത് സാത്വിക് സായ്രാജ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏഷ്യൻ ഗെയിംസ് 2023 എന്ന ഭാഗത്തു നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് പോകുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് റിവിഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അഫയേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മാക്സിമം കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് പഠിക്കുക. താങ്ക്